ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം വലിയ ചർച്ച ആരംഭിച്ചു. ഒരു 3 ദിവസമെങ്കിലും മുമ്പ് നമ്മൾ ഇത് ആദ്യം വാർത്ത നൽകിയിരുന്നു. ഏതായാലും വലിയ സന്തോഷമാണ്. നമ്മൾ കൊണ്ടുവന്നൊരു വാർത്ത ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം അവിടെ ഈ സ്വർണ്ണപ്പാളി സംബന്ധിച്ചുള്ള ദുരൂഹതകൾ, അവിടുത്തെ ഈ ദ്വാരപാലകരുടെ വിഗ്രഹം ഇരിക്കുന്ന പീഠം, അതിൻ്റെ ലിൻറ്റൽ, ഇതൊക്കെ സ്വർണം പൂശിയതായിരുന്നു. അതവിടെ പോയി 99 സ്വർണം പൂശിയെങ്കിൽ 99 സ്വർണ്ണപ്പാളികൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ 2019 അതിൽ സ്വർണം പൂശിയത് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. സ്വർണ്ണപ്പാളിക്കാണ് 3 കിലോ വെയിറ്റ് ഉണ്ടാകും. അതിനകത്ത് പിന്നെ സ്വർണ്ണ പൂശ 1.5 കിലോ വീതമാണ് ഒരു സ്വർണ്ണം പാളി വരുന്നത് ഒരു സാലവഞ്ചികയുടെ ദ്വാരപാലകൻ്റെ വിഗ്രഹത്തിന്. പക്ഷേ അത് സ്വർണം പൂശാനാണെങ്കിൽ 300 ഗ്രാം സ്വർണം മതി. അപ്പം 1.5 കിലോയും 300 ഗ്രാമും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ അതിനകത്തൊരു വലിയ ദുരൂഹതയുണ്ട്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ഈ സ്വർണ്ണപ്പാളികളുള്ള ഈ ദ്വാരപാലക രൂപങ്ങൾ ഉണ്ടാക്കി സമർപ്പിച്ചത്. അയാൾ പറയുന്നത് അതിന് പീഠവും അത് ഉറപ്പിച്ചിരിക്കുന്ന ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം. ഈ ദ്വാരപാലകർ ഇരിക്കുന്ന 2 പീഠത്തിലാണ്. ഈ പീഠത്തിൽ ഉറപ്പിക്കുന്ന പീഠം അത് സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞ ആണ്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിവാദം, പുതിയ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആ പീഠങ്ങളിൽ ഒരു പീഠം എക്സ്ട്രാ 2 അല്ല 3 പീഠങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരെണ്ണം എവിടെ, അത് കാണാനില്ല. ഇതാണ് പുതിയ വിവാദം. അതവിടെ നിൽക്കട്ടെ. ആ വിവാദം സംബന്ധിച്ച് ഇപ്പോൾ ഹൈക്കോടതി കേസുണ്ട്. കേസ് നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് കോടതി എടുക്കാനിരിക്കുകയാണ്. അതിലേക്ക് അധികം കിടക്കണ്ട. മറ്റൊരു കാര്യം പറയാം. ശബരിമല അയ്യപ്പനെ വിറ്റതറിഞ്ഞോ? അയ്യപ്പനെ വിൽക്കേ? റോട്ടറിക്ക് വിറ്റു. റോട്ടറി എന്ന് പറയുന്ന റോട്ടറി ഫ്രീഡം ഇന്ത്യ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് സത്യത്തിൽ അയ്യപ്പനെ വിറ്റ് കാശുണ്ടാക്കുകയായിരുന്നു. അത് ദേവസ്വം ബോർഡ് സമ്മതം കൊടുത്തിട്ട്. ശബരിമലയിൽ അയ്യപ്പൻ്റെ വിഗ്രഹം ഉണ്ടല്ലോ, ഉണ്ട്. സിനു പോയിട്ടുണ്ടല്ലോ, റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ പോയിട്ടുണ്ട്. ഭക്തനായിട്ടും പോയിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യാനും പോയിട്ടുണ്ട്. അപ്പോൾ ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹം ശ്രീകോവിലിനകത്തുണ്ട്. അത് കൂടാതെ ഒരു വിഗ്രഹം കൂടെ ശബരിമലയിൽ വേണമെന്ന് ദേവസ്വം ബോർഡിന് തോന്നി. ദേവസ്വം ബോർഡ് സമ്മതിച്ചു. ഇതിനെ വേറൊരു വിഗ്രഹം, പഞ്ചലോഹം കൊണ്ടൊരു വിഗ്രഹം ശബരിമല ക്ഷേത്രത്തിന് പുറത്ത് വെക്കണം. അതെന്തിനാണ്? അമ്പലത്തിലെ മൂർത്തി ഇരിക്കുന്ന ശ്രീകോവിലിനുള്ളിലാണ്. ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്ന മൂർത്തിയെ കാണാനാണ് ഭക്തർ കോടാനുകോടി ഭക്തർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ശബരിമലയ്ക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ ആ അമ്പലത്തിന് പുറത്ത് വേറൊരു വിഗ്രഹം ഉണ്ടാക്കുന്നത്, ശ്രീകോവിലിന് പുറത്ത് വേറൊരു വിഗ്രഹം വെക്കുന്നത് എന്തിനാണ്? ആർക്കും അറിയില്ല. അങ്ങനൊരു അപേക്ഷ ദേവസ്വം ബോർഡിന് മുമ്പാകെ വന്നു. ഇ.കെ. സഹദേവൻ, ചെയർമാൻ, ലോട്ടസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് IVF ഫെർട്ടിലിറ്റി സെൻറ്റർ, ഈറോഡിൽ ലോട്ടസ് എന്ന പേരിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയും IVF ഈ കൃത്രിമ ഗർഭധാരണം നടത്തുന്ന സ്ഥാപനം നടത്തുന്ന ആളാണ് ഈ സഹദേവൻ. സഹദേവൻ ഒരു അപേക്ഷ കൊടുക്കുന്നു. ശബരിമല അകത്ത് അയ്യപ്പൻ്റെ വിഗ്രഹമില്ല, പുറത്തും കൂടെ നമുക്ക് ഒരെണ്ണം വെച്ചേക്കാം, അത് പഞ്ചലോകത്തിലുണ്ടാക്കാം, ഞാൻ ഒരെണ്ണം ഉണ്ടാക്കാം എന്നും പറഞ്ഞ് പുള്ളി ദേവസ്വം ബോർഡിന് കത്ത് കൊടുക്കുന്നു. ദേവസ്വം ബോർഡ് അത് കൊള്ളാലോ, അപ്പം 2 കാണിക്കപ്പെട്ടി വെക്കാമല്ലോ, അകത്തൊരെണ്ണം വെക്കാം, പുറത്തൊരെണ്ണം, അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ശ്രീകോവിലിനകത്ത് നമ്മുടെ പരമ്പരാഗതമായി നമ്മൾ ആരാധിക്കുന്ന സാക്ഷാൽ ഭൂതനാഥനായ അയ്യപ്പൻ്റെ വിഗ്രഹം ഇനി പുറത്തുകൂടെ ഒരെണ്ണം വെച്ചേക്കാം, അതിന് താഴെ VK പ്രശാന്തിൻ്റെ കാലത്ത് നിന്ന് കുത്തിവെക്കുകയും ചെയ്യാം എന്ന് കരുതിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ ഒരാൾ ഈ സഹദേവൻ അപേക്ഷ കൊടുക്കുന്നു. ദേവസ്വം ബോർഡ് സമ്മതിക്കുന്നു. സാധാരണഗതിയിൽ എനിക്ക് ഇവിടെ ശബരിമലയിൽ ഒരു വിഗ്രഹം കൂടെ വെക്കാനുണ്ട്, എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞാൽ സിനുവാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ്. ഞാൻ അപേക്ഷ കൊടുക്കുന്നു. അപ്പം സിനു പറയുന്നില്ല, ശരി വെച്ചോളൂ എന്ന് പറയുമ്പോൾ സിനു എന്താ കരുതുക, ദേവസ്വം ബോർഡ് എന്താ കരുതുക? സ്വാഭാവികമായിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം പൈസ മുടക്കി ചെയ്യുന്നു എന്നാണല്ലോ. അതെ. പക്ഷേ ദേവസ്വം ബോർഡിന് അങ്ങനെ തോന്നിയൊന്നും എനിക്കറിയത്തില്ല. സഹദേവൻ ഈ അനുവാദം കിട്ടിയപ്പോൾ ഉടനെ അറിയാം, പുള്ളി കുറേ ലഘുലേഖങ്ങൾ അച്ചടിച്ചു. ശബരിമല സന്നിധാനത്ത് ഇങ്ങനെ ഒരു പുതിയ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ പോവുകയാണ്. അത് ഞാനാണ് അതിൻ്റെ നടത്തിപ്പുകാരൻ. എനിക്ക് ദേവസ്വം ബോർഡ് ഇന്ന തീയതിയിൽ ഇന്ന നമ്പർ ഉത്തരവ് പ്രകാരം അനുമതി തന്നിരിക്കുന്നു. അതിലേക്ക് ഭക്തജനങ്ങൾക്ക് നിങ്ങൾക്ക് സഹകരിക്കാം. നിങ്ങളുടെ സംഭാവനകൾ വരുമ്പോൾ പരിപാടി കെങ്കേമമാകും എന്നും പറഞ്ഞ് ഈ ആശുപത്രി നടത്തുന്നു എന്ന് പറഞ്ഞ സഹദേവൻ മറ്റൊരു പിരിവിലേക്ക് പോകും. വലിയ പിരിവ് നടത്തിയിട്ട് ഈ ഫണ്ട് മുഴുവൻ വരേണ്ടത് ഈ പറയുന്ന റോട്ടറി ഫ്രീഡം ഇന്ത്യ ട്രസ്റ്റിലേക്കാണ്. റോട്ടറിയിലേക്കാണ് ഫണ്ട് വരേണ്ടത്. എനിക്കറിയില്ല, ഈ നമ്മുടെ റോട്ടറി എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഈ സംഘടന റോട്ടറി ക്ലബ്ബുണ്ട്, അവരുമായിട്ട് ബന്ധമുള്ളതാണോ എന്ന് എനിക്കറിയില്ല. പേരെങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനൊരു റോട്ടറി ഫ്രീഡം ട്രസ്റ്റ് ഇന്ത്യ ട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ റോട്ടറിയുമായിട്ട് ബന്ധമുണ്ടെന്ന്
തോന്നിപ്പിക്കാൻ വേണ്ടി ഇയാൾ ചെയ്തതാണോ എന്നറിയില്ല. അതോ ഇനി അവരുമായിട്ട് ബന്ധമുണ്ടോ എന്നും എനിക്കറിയില്ല, നമ്മൾ പരിശോധിച്ചിട്ടില്ല. ഏതായാലും നമ്മൾ റോട്ടറി ഇൻ്റർനാഷണൽ ഇതിനകത്ത് പങ്കുണ്ടെന്നാണെന്നല്ല ഞാൻ പറയുന്നത്. റോട്ടറി ഫ്രീഡം ഇന്ത്യ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റിലേക്കാണ് പണം വന്നത്. അപ്പോൾ അവിടെ ശബരിമലയിലെ കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കണ്ടെത്തി ലക്ഷക്കണക്കിന് രൂപ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എന്തിനാണ് സഹദേവന് ദേവസ്വം ബോർഡ് അനുവാദം കൊടുത്തത്? അതിന് മുമ്പത്തെ ചോദ്യം, അനുവാദം കൊടുത്തതുകൊണ്ടാണല്ലോ അയാൾ പിരിച്ചത്. പക്ഷെ ശബരിമലയിൽ സാക്ഷാൽ അയ്യപ്പൻ്റെ വിഗ്രഹം ശ്രീകോവിലിനകത്തുള്ളപ്പോൾ പുറത്തൊരു വിഗ്രഹം വേണം എന്ന് ദേവസ്വം ബോർഡ് സമ്മതിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? ശബരിമല സന്നിധാനത്ത് പുതിയ വിഗ്രഹങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ അതിന് ആചാരപ്രകാരമുള്ള നടപടിക്രമങ്ങളുണ്ട്. ദേവപ്രശ്നം വെക്കണം, ദേവൻ്റെ ഹിതമറിയണം, തന്ത്രി അനുവദിക്കണം. ഇതൊക്കെ ചെയ്തിട്ടാണോ പുതിയ വിഗ്രഹം ശബരിമലയിൽ വെക്കാൻ തീരുമാനിച്ചത്? കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്നത് ശബരിമലയെ കളങ്കപ്പെടുത്താൻ, ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളെ ലംഘിക്കാൻ എല്ലാ ശ്രമവും നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് ശ്രീകോവിലിന് പുറത്ത് അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം വെക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അതത്ര നിഷ്കളങ്കമാണ് എന്ന് കരുതാൻ പറ്റത്തില്ല. കാരണം അത് നടപടിക്രമങ്ങളുണ്ടല്ലോ. ഈ നടപടിക്രമങ്ങൾ പാലിച്ചോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് പാലിച്ചിട്ടില്ല എങ്കിൽ, പാലിച്ചാൽ തന്നെ അത് ഭക്തരെ ബോധ്യപ്പെടുത്തണ്ടേ? ശബരിമല എന്ന് പറയുന്ന സ്ഥാപനം കോടാനുകോടി അയ്യപ്പ ഭക്തരുടെ ഒരു സങ്കേതമാണ്, അവരുടെ ആശ്രയസ്ഥാനമാണ്, അവരുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. അതുകൊണ്ട് അവിടെ ഒരു പുതിയ വേറൊരു അയ്യപ്പൻ്റെ വിഗ്രഹം ശ്രീകോവിലിന് പുറത്തുണ്ടാക്കുമ്പോൾ ഇന്ന കാരണം കൊണ്ട് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത ദേവസ്വം ബോർഡുണ്ട്. അത് ചെയ്തിട്ടില്ല. അതുകൂടാതെ ഒരു സ്വകാര്യ വ്യക്തിക്ക് അനുവാദം കൊടുത്തു, അയാൾ നാട് നീളാണെന്ന് പിരിവ് നടത്തി. എന്നിട്ട് ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു? ദേവസ്വം ബോർഡ് ഒന്നും ചെയ്തില്ല. അവസാനം ഇത് പ്രശ്നമായി ഹൈക്കോടതി ഇടപെട്ടപ്പോൾ ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ കൊടുത്ത അനുവാദം പിൻവലിച്ചു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അയ്യപ്പനെ റോട്ടറി ഫ്രീഡം ഇന്ത്യ ട്രസ്റ്റിന് പിരിവെടുക്കാനുള്ള, വിൽക്കാനുള്ള ഒരു കച്ചവട ചരക്കാക്കി മാറ്റാൻ ദേവസ്വം ബോർഡ് സമ്മതിച്ചത്? നാളെ കഴിഞ്ഞ് ഇവരുടെ അയ്യപ്പ സംഗമം നടക്കുകയാണ്. അപ്പോൾ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ ക്ഷേമം അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് ഇതിനൊക്കെ പരസ്യമായി മറുപടി പറയണം. മറുപടി പറഞ്ഞിട്ട് വേണം അയ്യപ്പ സംഗമം നടത്താൻ. അയ്യപ്പ സംഗമം നടത്തുന്നത് നമ്മൾ എതിരൊന്നുമല്ല. നമ്മൾ ABC മലയാളം എന്ന് പറഞ്ഞ ചാനൽ അയ്യപ്പ സംഗമത്തിന് എതിരല്ല. കാരണം ഈ ചില ഹിന്ദു സംഘടനകളൊക്കെ അതിനെ എതിർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഒരാൾ നിരന്തരം ഇങ്ങനെ ഈ വൈരുദ്ധാത്മിക ഭൗതികവാദമൊക്കെ പറയുന്ന ആളുകൾ, അവർക്കൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ മാറ്റം സ്വീകരിക്കണം. അതെ, പണ്ട് CPM ഒരാളെ, ഈഴവ സമുദായത്തിൽപ്പെട്ടവരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഒരാളെ പറഞ്ഞു വിട്ടു. അദ്ദേഹം പിന്നെ അങ്ങോട്ട് പോയിട്ട് SRP ഉണ്ടാക്കി, പിന്നീട് കേരളത്തിൽ മന്ത്രിയായി CPMനെതിരെ എന്ന് പറയുന്നത് പോലെ അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് കുറേ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനംമാറ്റം വന്ന് അവർ ഹിന്ദുമത വിശ്വാസത്തിലേക്ക് അയ്യപ്പ വിശ്വാസികളായി മാറുന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് അയ്യപ്പ സംഗമവും നടക്കട്ടെ. പക്ഷേ അയ്യപ്പൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. ഇതിനു വേണ്ടി ശബരിമലയിൽ ആചാരലംഘനം സർക്കാർ സ്പോൺസർ ചെയ്ത് നടത്താൻ തീരുമാനിച്ചപ്പോൾ ഭഗവാൻ അയ്യപ്പൻ്റെ വിശുദ്ധി സംരക്ഷിക്കാൻ വേണ്ടി സമരത്തിനിറങ്ങിയ ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ കള്ളക്കേസെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. അത് പിൻവലിക്കണം. അതാണ് ഒന്നാമത് വേണ്ടത്. ശബരിമലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടുത്തെ ആചാരങ്ങൾ പവിത്രമാണ്, അത് സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇതേ കാര്യത്തിന് വേണ്ടി അന്ന് തെരുവിലിറങ്ങിയവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിച്ചാണ് ആദ്യം ആത്മാർത്ഥത കാണിക്കേണ്ടത്. 5000-ലധികം കേസുകൾ നിലവിൽ കോടതിയിൽ. അതെ, കേരളം മുഴുവൻ പ്രതികളായിട്ടുള്ള 3-4 പേരുണ്ട്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡോക്ടർ കെ സുരേന്ദ്രൻ അല്ലേ, എത്ര കേസുണ്ട്? അങ്ങനെ TP സെൻകുമാറിന് കേസുണ്ട്. അതെ, അപ്പൊ ഇവരൊക്കെ പോയി പോലീസ് സ്റ്റേഷൻ കല്ലെറിഞ്ഞു എന്നുള്ള രീതി വരെ ആ കേസ്. അപ്പൊ ഇതൊന്നും അതല്ലേ വേണ്ടത്. അന്ന് ചെയ്ത് തെറ്റിപ്പോയി അംഗീകരിക്കേണ്ടി. അപ്പൊ ഏതായാലും ജൂലൈ 28-നാണ് ഈ ദേവസ്വം ബോർഡ് ഈ കേസ് സഹദേവന് കൊടുത്ത അനുമതി പിൻവലിച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ വേറെ കാര്യമുണ്ട്, അത് വീണ്ടും ഒരിക്കൽ കൂടെ പറയാതെ വയ്യ. ഇപ്പം ഈ ദ്വാരപാലകരുടെ രൂപങ്ങൾ അമ്പാട്ടൂരിലെ ക്രിയേഷൻ ഇൻഡസ്ട്രീസ്
ചെന്നൈയിലേക്ക് ഈ ഗോൾഡ് പ്ലേറ്റിൽ കൊണ്ടുപോയി 12 സ്വർണ്ണപ്പാളികളാണ് കൊണ്ടുപോയി. 4 ഉരുക്കി കഴിഞ്ഞു. ഹൈക്കോടതി ചോദിച്ചപ്പോഴത്തെ പറഞ്ഞത് അത് ഉരുക്കി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഉടൻ കൊണ്ടുവരാൻ ഹൈക്കോടതി പറഞ്ഞപ്പോഴത്തേക്ക് അത് ഉരുക്കിപ്പോയി എന്ന് പറഞ്ഞു. എന്നാൽ ഉരുക്കിയത് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ അല്ല മിലോഡ്, ഉരുക്കിയത് ആവിയായിപ്പോയി എന്ന് പറയാതിരുന്നാൽ കൊള്ളാം, കാരണം കേസ് ഇന്നുണ്ട്. അപ്പോൾ സംശയം, കോടതി ചോദിച്ച സംശയം ഇതാണ്. ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചു. കോടതി പിടിച്ചെടുത്തതാണ് ഡോക്യുമെൻ്റ് ഇവർ കൊടുത്തതല്ല. കോടതി കഴിഞ്ഞ ആഴ്ച ഉത്തരവിട്ടു ശബരിമലയിൽ ഈ ദ്വാരപാലക വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡോക്യുമെൻറ്റ്സും പിടിച്ചെടുക്കാൻ പറഞ്ഞു. പിടിച്ചെടുത്ത് കൊണ്ടുവന്ന ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പോൾ 99 ഈ ദ്വാരപാലക രൂപങ്ങൾക്ക് സ്വർണ്ണപ്പാളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സ്വർണ്ണപ്പാളി കൊണ്ട് കവർ ചെയ്ത്, അത് ശരിക്കും ക്ഷേത്രത്തിൽ കൊത്തുപണിയിൽ ദ്വാരപാലകരുണ്ട്. ആ കൊത്തുപണിയിലാണ് സ്വർണ്ണ കവറിങ് നടത്തിയത്. സ്വർണം കൊണ്ട് തന്നെ കവറിങ് നടത്തി. 2 ദ്വാരപാലകർക്കും പീഠത്തിൽ നിൽക്കുന്നത് സ്വർണ്ണപ്പാളി കൊണ്ട് കവറിങ് നടത്തി. കോടതി അപ്പോൾ ചോദിച്ചത്, ഡോക്യുമെൻ്റ് പരിശോധിച്ചിട്ട് കോടതി ചോദിച്ചത് ഒരിക്കൽ കൂടി നമ്മൾ ആവർത്തിക്കുകയാണ്, 99 സ്വർണ്ണ ക്ലാഡിങ് നടത്തിയെങ്കിൽ 2019 എന്തിനാണ് അതിന് സ്വർണം പൂശുന്നത് ചെമ്പ് തകിടിന്മേൽ? അപ്പോൾ ഒന്നെങ്കിൽ 99 സ്വർണ്ണപ്പാളി വന്നിട്ടില്ല, അല്ലെങ്കിൽ 2019 ആയപ്പോൾ ആ സ്വർണ്ണപ്പാളികൾ ചെമ്പായിട്ട് മാറി. എങ്കിലല്ലേ സ്വർണം പൂശാൻ പറ്റുള്ളൂ. സ്വർണം പൂശേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ഒരു ദുരൂഹതയുണ്ട്. അപ്പോൾ ഇതിന് എത്ര സ്വർണം, ഈ സ്വർണ്ണ ക്ലാഡിങ് നടത്താൻ, ഗോൾഡ് ക്ലാഡിങ് നടത്താൻ വേണ്ടിയിട്ട് എത്ര സ്വർണം ഉപയോഗിച്ചു? അപ്പോൾ 2019 ഈ സ്വർണം പൂശൽ നടപടിക്കകത്ത് അസ്വാഭാവികമായ ദുരൂഹമായ ചില കാര്യങ്ങളുണ്ടെന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൊണ്ടുവരാനാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി ഇപ്പോൾ കേസ് പരിഗണിക്കുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പായി ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് വിലപിക്കുന്നത് ഞാൻ കേട്ടു. ഇത് പറയുന്നത്, ശബരിമല എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ നൈറ്റ് മെയറാണ്, എനിക്ക് പേടി സ്വപ്നമായിരിക്കും, നീ എന്തു ചെയ്താലും വിവാദമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ വിവാദം ഉണ്ടാവത്തില്ല. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് വേറൊരുത്തന്, എങ്ങാണ്ട് കിടന്ന ഒരുത്തന് അവിടെ പുറത്ത് വേറെ അയ്യപ്പൻ്റെ വിഗ്രഹം സ്ഥാപിക്കാൻ അനുവാദം കൊടുത്തു. അവൻ ലോകം മുഴുവൻ നടന്നു പിരിച്ചു, നിങ്ങൾ ഇടപെട്ടില്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ വിവാദം ഉണ്ടാവത്തില്ലേ? സ്വർണ്ണപ്പാളിയുടെ ഇപ്പോൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി 20 ലക്ഷത്തിന് മേലുള്ള ഏത് വർക്ക് നടത്തിയാലും അതിന് കോടതിയുടെ അനുവാദം വേണം. ഇതിനകത്ത് കോടതിയുടെ മുൻകൂർ അനുവാദം ഒന്നും ഇല്ല. കോടതിയെ അറിയിക്കണമെന്നുള്ള വ്യവസ്ഥ മാത്രം പാലിക്കാതെ കൊണ്ടുപോയി. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഒരു വികസനവും ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഭക്തർക്കിപ്പോൾ ശബരിമലയിലേക്ക് വല്ലതും തരാൻ പേടിയാണ്. ഭക്തർക്ക് പേടിയാണ്. കാരണം ശബരിമലയിലേക്ക് എന്തെങ്കിലും കൊടുത്താൽ ചില ആളുകളുടെ വായ്ക്കരിക്കിടുന്നത് പോലെയാണ്. തിന്നുകയാണ് സാർ, തിന്നുകയാണ്. ഇന്നലെ ഞാനൊരു ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ വഴിപാട് രസീത് കണ്ടു. സുകുമാരൻ നായർ ഉത്രട്ടാതി പുഷ്പാഭിഷേകം എൻ്റെ തെറി എഴുതിയിരിക്കുന്നവരെയാ. ഒക്കെ പിന്നെ സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ മലരെന്നൊക്കെ വായിക്കും. ഇങ്ങനെ ഈ ദേവസ്വം ബോർഡിലേക്ക് ഏതോ കമ്മ്യൂണിസ്റ്റുകാരനെ പിടിച്ചിട്ട് പിൻവാതിലൂടെ ഇവന്മാർ കയറ്റിയതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ട്. ഇന്നാ വേറൊരിക്കൽ ഒരു വീഡിയോ കണ്ടു, ഏതോ ഒരു ക്ഷേത്രത്തിലെ മറ്റേ ഈ നാദസ്വരം അവന് ഊതാറിയോ വെച്ചിട്ട് പൂ ഊതിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ പുള്ളിക്കാരൻ കൊട്ടുന്നുണ്ട്, തകിലൊക്കെ കൊട്ടുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ ജോലിക്ക് വേണ്ടി ജോലിക്ക് നിയമനം കിട്ടിയ ആള് വെറുതെ വെച്ച് പൂ ഊതുവാണ്. ഏതോ മുദ്രാവാക്യം വിളിച്ചു ഡിവൈഎഫ്ഐക്കാരൻ പിടിച്ചിട്ട് ക്ഷേത്രത്തിൽ ഊത്തുകാരനാണ്. ഇവൻ നാട്ടിൽ ഊത്തുകാരൻ നടന്നവനായിരിക്കും. അല്ല, പറയാതെ പറ്റില്ല. നമുക്കൊരു ക്ഷേത്രമല്ലേ, ക്ഷേത്രത്തിലെ ക്ഷേത്രവാദ്യങ്ങൾ. ഇപ്പോൾ വൈക്കം ക്ഷേത്രത്തിൽ എനിക്കറിയാവുന്ന വൈക്കം ക്ഷേത്രത്തിൽ ക്ഷേത്ര കലാപീഠമുണ്ട്. അവിടെ നാദസ്വരം, തകില്, ചെണ്ട ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ മിനിമം അവിടെയെങ്കിലും പഠിച്ചു വന്നവരെ നിയമിക്കണ്ടേ? പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞിട്ട് ഊത്ത പിടിക്കാൻ നടക്കുന്നവനെയൊക്കെ പിടിച്ച് ഊത്തുകാരനാക്കിയാൽ എങ്ങനെ ക്ഷേത്രങ്ങൾ നടക്കും? അപ്പോൾ ഇതാണ് നടക്കുന്നത്. അപ്പോൾ പ്രശാന്ത് പറയാൻ, എനിക്ക് ഉറക്കം വരുന്നില്ല, ഭഗവാൻ ഇപ്പോൾ ആരും ഒന്നും തരുന്നില്ല. ഇങ്ങനെയുള്ള കാർക്കോടകന്മാർ അമ്പലങ്ങളിൽ ഭരിക്കുന്ന കാലത്തോളം ഭക്തന്മാർക്ക് തരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഭഗവാന് വേണ്ടി കൊടുക്കുന്നതാണ്. അത് കുറേ ആളുകളുടെ അച്ചിമാർക്ക് ആഭരണം മേടിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന് സംശയം വന്നാൽ ഭക്തജനങ്ങൾ തരില്ല. പിന്നെ മാത്രമല്ല, അതിലൊക്കെ ഉപരി ഇതെല്ലാം മുകളിൽ നിന്നൊരാൾ കാണുന്നുണ്ട്, സാക്ഷാൽ അയ്യപ്പനോട് കളിച്ചവരാരും ഒറ്റ നടക്കി പോയിട്ടില്ല. നരകിച്ച് പുഴുത്തു ചാകും ഭഗവാനെ തൊട്ട് കളിച്ചാൽ. അപ്പോൾ അത്രയേ പറയാനുള്ളൂ. അയ്യപ്പ സംഗമം നടക്കട്ടെ, മഹാവിജയമാവട്ടെ. പക്ഷേ അയ്യപ്പൻ്റെ സ്വത്തുവകകൾ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ എന്തായാലും ഭഗവാൻ വെളിച്ചത്ത് കൊണ്ടുവരും. കാരണം അതുകൊണ്ടാണല്ലോ ഈ മഹാസംഗമം നടക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ വിവരങ്ങൾ
കോടതിയിലെത്താനും കോടതി വഴി പുറത്തേക്ക് വരാനും ഇടയായത്. അയ്യപ്പൻ കളിക്കുന്നുണ്ട് പ്രശാന്തിന് ഇതാണ് കാര്യമെങ്കിൽ പ്രശാന്തിന് ഇനി ഒരുപാട് ദിവസത്തെ ഉറക്കം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മളാരും അതിന് പങ്കാളിയല്ല. നിങ്ങൾ തന്നെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ സ്വയം കൃതാനർത്ഥം. ഭഗവാൻ അയ്യപ്പൻ കരുണാമയനാണ്. എന്നാൽ അയ്യപ്പനോട് കളിച്ചാൽ വിട്ടുകൊടുക്കത്തുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.